അങ്ങനെ ഖുർആൻ വായനയുടെ അടുത്ത ഘട്ടത്തിലേക്ക്. അപ്പോൾ കമൻറ്റുമായിട്ട് നമ്മുടെ കുറച്ച് പോരാളികൾ, നമ്മുടെ ദീനിൻ്റെ പോരാളികൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സത്യത്തിൽ ഞാനത് പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ഇവരുടെ സ്ഥിരം മോങ്ങലവിടെ ഉണ്ട്. നീ റീച്ചിന് വേണ്ടി എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ട്, ഖുർആനൊന്ന് വായിച്ചിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വായിച്ചു പോകണേനാണ് ഇതൊക്കെ. പിന്നെ അതിൻ്റെ മുമ്പും ഇടയിലും ശേഷവും ഞാനാകെ ഇതിലേക്ക് ആഡ് ചെയ്യാതെ എൻ്റേതായ കുറച്ച് സംഭവങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. നിനക്ക് എന്തു വേണമെങ്കിലും കാണിക്കാം, നീ എന്തു വേണമെങ്കിലും കാണിക്ക്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുള്ള കരച്ചിൽ കാണുമ്പോഴേ അറിയാം ഞങ്ങൾക്കത് കുഴപ്പമുണ്ടോ അതോ കൊണ്ടോ കുഴപ്പമില്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കലാപരിപാടികൾ തുടരുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയും, ഞാൻ ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല, ക്ഷണിക്കുന്നില്ല. ഈ ഒരു ഉദ്യമം പോലും റീച്ച് പ്രതീക്ഷിച്ചിട്ടുള്ളൊരു സംഭവമല്ല. റീച്ച് പ്രതീക്ഷിച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഖുർആൻ്റെ വിമർശനം വിശകലനം എടുത്തിട്ടാൽ മതി, റീച്ച് കൂടും, നല്ല റീച്ച് കയറും. പക്ഷെ ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഉദ്യമം ഖുർആനിൻ്റെ ഒരു 3-4 ഘട്ട വായന, ഏറ്റവും മിനിമമാണ് കേട്ടോ അത്. 3-4 ഘട്ട വായനകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഉമ്മത്തിൻ്റെ അല്ലേ, മുസ്ലിംസിൽ കുറേ ആൾക്കാരൊരു സ്ഥിരം പല്ലവിയുണ്ട്, നമ്മൾ ഇസ്ലാം ഉപേക്ഷിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെതിര് പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും നിങ്ങൾ ഖുർആൻ കാണാത്തതുകൊണ്ടാണ്, നിങ്ങൾ ഖുർആൻ വായിക്കാത്തതുകൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച പ്ലേ ലിസ്റ്റുകൾ എന്ത് ചെയ്യും, ഇട്ട് കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോഴും അവർക്ക് പറയാനുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയില്ല എന്നൊക്കെ. ഇപ്പോൾ ഏതൊരു കമൻറ്റിൽ പറയുന്നുണ്ട്, നീ ഇസ്ലാമിലേക്ക് തിരിച്ചു വരും നീ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിലോ അതങ്ങനെ തന്നെ ഉണ്ടാവും, അതെങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു ആശയത്തിലൊരു കമൻ്റ് ഉണ്ട്. അതിനോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ അത് അടച്ച മനസ്സോടു കൂടി, തുറന്ന മനസ്സോടു കൂടി അല്ലാതെ വായിക്കുമ്പോൾ വഴിവെച്ച് പോകുന്നുള്ള രീതിയിലൊക്കെയാണ് അതിൽ പറയുന്നത്. പക്ഷെ അത്തരക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഞാൻ തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് വായിക്കുക എന്ന് മാത്രമല്ല, വിശകലനത്തിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള വിശകലനങ്ങളും ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അത് എങ്ങനെ, ഈ ഒരായത്ത് കാണുമ്പോൾ നിങ്ങളൊരു ഹിന്ദുവായി ചിന്തിച്ചാലെങ്ങനെ, ഒരു ക്രിസ്ത്യനായി ചിന്തിച്ചാലെങ്ങനെ, ഒരു മുസ്ലിമായി ചിന്തിച്ചാലെങ്ങനെ, ഒരു മനുഷ്യനായി, സാധാരണ മനുഷ്യനായി ചിന്തിച്ചാലെങ്ങനെയെന്ന് വ്യത്യസ്ത ആംഗിളുകൾ ഞാൻ തുറന്നു തരും. അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് എന്ത് എന്ന്, അന്നത്തെ കാലത്തെ ആൾക്കാർ മനസ്സിലാക്കിയത് എന്ത് എന്ന് നമ്മൾ പറയും. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം തുടർന്ന് നിങ്ങൾ കാണുക എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം, ധൈര്യം ഉണ്ടെങ്കിൽ മതി. ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിമർശകരോട് അവർ ഒരു തലക്ക് പറയുന്നത് അറിയാം. വിമർശകരോട് ഞാൻ വിമർശനമല്ല, ഞാൻ വിശകലനാണ് ഉദ്ദേശിക്കുന്നത്, അത് വളരെ പതിയെ. എന്നാൽ ഈ വിമർശകരോട് പറയും, നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാം അജയ്യമാണ്, ഇസ്ലാം സമഗ്രമാണ്, അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരു തലക്ക് കൂടെ പറയട്ടോ. എന്നിട്ട് മറ്റേ തലക്ക് എന്താ ചെയ്യാറിയോ, മറ്റേ തലക്ക് പോയിട്ട് റിപ്പോർട്ട് അടിക്കും. ഇവർക്കിത് പറയുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ പിന്നെ റിപ്പോർട്ട് അടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ്? റിപ്പോർട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അവർക്ക് കൊള്ളുന്നുണ്ട് തന്നെയാണ്, നല്ല പോലെ കൊള്ളുന്നുണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇവർക്ക് ആകെ ചെയ്യേണ്ട കാര്യം എന്തുള്ളൂ, ഇത് മൈൻഡ് ചെയ്യാതെ പോകുക. അതല്ല, കൃത്യമായ മറുപടി പറയാനുണ്ടെങ്കിൽ കൃത്യമായ മറുപടി പറഞ്ഞ് കൃത്യമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകുക. ഇതൊന്നല്ലാതെ റിപ്പോർട്ട് അടിച്ചിട്ട് അവരെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നടക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇസ്ലാം വളരുകയാണ് എന്ന് പറയുന്നതിൽ വിലുള്ള കോമഡി, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപേക്ഷിക്കുന്ന മതം ഏതാണെന്നുള്ളൊരു റിസർച്ച് കൂടെ ഒന്ന് നടത്തണം. അപ്പോൾ മനസ്സിലാകും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപേക്ഷിക്കുന്ന മതവും ഇസ്ലാം തന്നെയാണ്. പിന്നെ ഈ ഇസ്ലാമിൻ്റെ വളർച്ച ഏത് രീതിയിലാണെന്നുള്ളത് ഇതേ റിസർച്ചുകളിലൊന്ന് ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാകും, ജനന നിരക്ക് കൂടണോണ്ടാണ്, ആ രീതിയിലാണ്. അതിനും അപ്പുറത്തേക്ക് വിശ്വാസപരമായി എത്രത്തോളം ഇതേ മുസ്ലിങ്ങളിൽ ഉയർച്ചയുണ്ട്, വളർച്ചയുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ ഒരു തോത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ചുമ്മാ പറയുന്നതല്ല. നിങ്ങളൊരു 10 കൊല്ലം മുമ്പത്തെ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനോഭാവവും ഇന്നത്തെ മനോഭാവം ഒന്ന് നോക്കിയാൽ മതി. 10 കൊല്ലം മുമ്പത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുള്ള സമീപനങ്ങളും ഇന്നത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുള്ള സമീപനവും നോക്കിയാൽ മതി, മനസ്സിലാകും. 2012 EA ജബ്ബാർ മാഷിനും അയ്യൂബ് മൗലയ്ക്കുമെതിരെ എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞ ആളാണ് ഞാൻ. ഞാൻ 2022 നിൽക്കുന്നത് വിശ്വാസം ഉപേക്ഷിച്ചിട്ടാണ്. ഈ ഒരൊറ്റ ഞാൻ മാത്രമൊന്നല്ല ഈ ഒരു കൂട്ടത്തിലുള്ളത്, എത്ര പേരാണ്
മുഖം വെളിപ്പെടുത്തിയവർ, വെളിപ്പെടുത്താത്തവർ, സ്വന്തം ചുറ്റുവട്ടത്തെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞവർ, തുറന്ന് പറയാത്തവർ, എത്ര എത്ര പേർ. എന്നാൽ ഇതിലൊരുപാട് പേര് ഈ ജനങ്ങൾ എന്ത് ചെയ്യും പറയുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാ. ഇവിടെ ലിയാക്കത്ത് ജീവിക്കുന്നില്ലേ, മറ്റവൻ ജീവിക്കുന്നില്ലേ, മറിച്ചവൻ ജീവിക്കുന്നില്ലേ എന്നൊക്കെ നിങ്ങൾ ഉഡായിപ്പന്മാർ ചോദിക്കുന്നില്ലേ? എന്നാൽ അതേസമയം തുറന്ന് പറയുന്നവരെ തൻ്റെ വിശ്വാസം എന്ത്, തൻ്റെ മനസ്സിലാക്കൽ എന്ത് എന്ന് തുറന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിനെതിരാണ് പറഞ്ഞതെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് വിലക്കുന്ന എത്ര പേരുണ്ട്? ആ മഹലിൽ നിന്ന് വിലക്കാനും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേർ. എന്നെ അറിയുന്ന ആളുകൾ ഞാൻ പറയുന്നത് കള്ളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് കള്ളമാണ് എന്ന് വാദമുള്ള എന്നെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നേരിട്ട് വരും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരും. ഒരു നാട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അവിടെ ചെന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. വേറൊരു കുടുംബം ഞാൻ പറഞ്ഞുതരും. അവിടെ പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കണം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ വ്യക്തമാകും. അല്ലാത്ത ആളുകൾ, എന്നെ അറിയാത്ത ആളുകൾക്ക് തൽക്കാലം ഇങ്ങനെ, അതായത് ഈ ഇസ്ലാമും മുസ്ലിമും പാവാണെന്നും പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ സ്വന്തം വിശ്വാസികൾ, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കണ്ണടച്ചുള്ള ന്യായീകരണം തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. സംഗതി ഇവിടെ ആളുകൾ മനസ്സിലാക്കാനുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൈസ ഉണ്ടാക്കാനാണ്, റീച്ച് ഉണ്ടാക്കാനാണ് എന്ന് പറയുന്നവനോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ചെയ്യുന്നത് റീച്ച് ഉണ്ടാക്കാനായിരുന്നെങ്കിൽ എനിക്ക് ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊന്നായിരുന്നു. ആദ്യമേ വിമർശനം തുടങ്ങിയാൽ മതി അല്ലേ? പിന്നെ പൈസ ഉണ്ടാക്കാനാണ് എന്ന് പറയുന്ന ഉളുപ്പില്ലാതെ കള്ളം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ത് പൈസക്കും വേണ്ടി ദീനിനെ ഒറ്റിക്കൊടുത്തവൻ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പൈസക്കും വേണ്ടി ആണെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് ഇതൊന്നല്ല. അത് എങ്ങനെ ചെയ്യണം, ഏത് വഴിക്ക് പോകണം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയും. ഏറ്റവും വേഗത്തിൽ പൈസ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മനസ്സാക്ഷി ഇല്ലാതെ മതത്തിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. കുറച്ച് വെള്ളത്തിൽ മന്ത്രിച്ച് ഊതാനും എഴുതി കൊടുക്കാനും നമ്മൾ ചെയ്ത നമ്മുടെ പേരിലുള്ള അത്ഭുത സംഭവങ്ങളൊന്ന് നോട്ടീസ് അടിച്ചിട്ടും മറ്റും പരസ്യമാക്കാനും നിന്നാൽ, പിന്നെ കുറച്ച് ലൈവും വിട്ടാൽ, എല്ലാ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസം ഒരു വെള്ളിയാഴ്ച രാവിലൊക്കെ കുറച്ച് ലൈവ്, അത് ഏതൊക്കെ സൂറത്തുകൾ എങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഏതൊക്കെ സൂറത്തുകൾ ഏത് രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ അത് ആൾക്കാർ സ്വീകരിക്കും, അള്ളാഹുവിൻ്റെ പേരുകൾ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദർ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ദുആ ചെയ്താൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്നതിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ എനിക്കറിയും. അപ്പോൾ മനസാക്ഷിയില്ലാതെ മതത്തിൽ നിൽക്കുകയാണെങ്കിൽ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ അതിലും നല്ലൊരു ഓപ്ഷൻ വേറല്ല. ഈ പറയുന്ന പണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നവരോട് മറ്റൊന്ന് പറയാനുള്ളത്, ഇനി ഞാൻ പണത്തിന് വേണ്ടി തന്നെ ഇതൊക്കെ ചെയ്തു എന്നിരിക്കട്ടെ, എങ്കിൽ തന്നെ ഇത് പണത്തിന് വേണ്ടി ഗോത്രങ്ങളെ കൊള്ളയടിച്ച നമ്മുടെ സ്വന്തം മുഹമ്മദ് നബിയുടെ പ്രവൃത്തിയേക്കാൾ എന്തുകൊണ്ട് ഉത്തമമാണ്? മുഹമ്മദ് നബി ഒരിക്കലും അങ്ങനെ കൊള്ളയടിച്ചിട്ടില്ല എന്ന് അഭിപ്രായമുള്ളവർ, മുഹമ്മദ് നബി ചെയ്തതെല്ലാം മുഹമ്മദ് നബിയുടെ കാലത്ത് സമകാലികരായ സഹചാരികൾ ചെയ്തതും ഒക്കെ പ്രതിരോധത്തിന് വേണ്ടിയായിരുന്നു എന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ആണോ എന്ന് നിങ്ങൾ ആദ്യം സ്വയം ചോദിക്കുക. എന്നിട്ട് യുദ്ധചരിത്രങ്ങൾ എടുക്കുക, കിതാബുൽ മഗാസി എടുക്കുക, ഇമാം ബുഖാരിൻ്റെ സൊഹൈഹുൽ ബുഖാരി എടുക്കുക, അതിൽ യുദ്ധപരാമർശങ്ങളുള്ള ഭാഗങ്ങൾ എടുക്കുക. അതുപോലെ യുദ്ധചരിത്രങ്ങൾ നിരവധി കിട്ടും. ഇമാം വാഖിദിയുടേതുണ്ട്. വാഖിദി പക്ഷേ കള്ളനാണ് എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഒഴിവാക്കി വിടാറുണ്ട്. എന്നാൽ വാഖിദിയുടെ മാത്രമല്ല, അതല്ലാതെ തന്നെയും ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അവകളിൽ ഈ പറയുന്ന യുദ്ധങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കുക. പഴയകാല ചരിത്ര ഗ്രന്ഥങ്ങളെ കാര്യമാണ് പറയണത് കേട്ടോ. ഇന്നിപ്പോൾ പുതിയതായിട്ട് വെളുപ്പിച്ച് വൈറ്റ് വാഷ് അടിച്ച് എഴുതി വിട്ടതിനെക്കുറിച്ചല്ല പറയണത്. ഓരോ ഗോസുവത്തും ഓരോ ശരീയത്തും ഉണ്ടായത് എങ്ങനെ എന്ന് നോക്കുക. അവിടെ ഒരു യുദ്ധം അനിവാര്യമായിരുന്നു എന്ന് നോക്കുക. ആ ഗ്രാമത്തിലുള്ളവർ, ആ ഗോത്രത്തിലുള്ളവർ അങ്ങനെ ഒരു യുദ്ധം നടക്കുന്നതായിട്ട് വല്ല ഐഡിയ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുക. അങ്ങനെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കൊള്ളയാണോ യുദ്ധമാണോ എന്നൊക്കെ. ബദറൊക്കെ യുദ്ധം എന്നതിനപ്പുറത്തേക്ക് അതൊരു കൊള്ള യുദ്ധമായി വഴിമാറിയതാണ് എന്നുള്ളത് പലരും പറഞ്ഞും പറയാതെയും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ആ രീതിയിൽ കൊള്ളയടിച്ചും കട്ടെടുത്തൊന്നല്ല ഇനിയിപ്പോൾ ഇത് മൊണറ്റൈസ് ചെയ്താൽ പോലും ഞാൻ പൈസ ഉണ്ടാക്കണത്. അപ്പോൾ അത് നിങ്ങളൊരു വലിയ ബേജാറായിട്ട് കാണണ്ട. പിന്നെ പൈസ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമ്മളെ ദീൻ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഈ പൈസ ഉണ്ടാക്കണം, അന്തസ്സോടുകൂടി പൈസ ഉണ്ടാക്കണം, ഇതൊന്നും അന്തസ്സുള്ള പടിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, മുഹമ്മദ് നബിക്ക് എന്തായിരുന്നു പണി എന്നുള്ളതാണ്.
അന്തസ്സുള്ള പണി, മുഹമ്മദ് നബി എടുത്ത അന്തസ്സുള്ള പണി എന്താ? പ്രവാചകനായതിനു ശേഷം, നുബൂവത്തിന് ശേഷം, പിന്നീട് 63 വയസ്സിൽ മരിക്കുന്നത് വരെയുള്ള കാലയളവിൽ മുഹമ്മദ് നബി എന്ത് ജോലി ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു? എത്രയോ ഭാര്യമാരുണ്ടായിരുന്നല്ലോ മുഹമ്മദ് നബിക്ക്, അല്ലേ? 10ലധികം ഭാര്യമാർ. ഈ ഭാര്യമാരൊക്കെ മുഹമ്മദ് നബി ഏത് ജോലിയുടെ അധ്വാന ഫലം കൊണ്ടാണ് പോറ്റിയത്? ഖുർആൻ എന്താ നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾക്ക് പോറ്റാൻ ശേഷി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പെണ്ണ് കെട്ടിയാൽ മതി, അല്ലേ? എന്നിട്ട് അതേ ഖുർആൻ വന്നത് മുഹമ്മദ് നബിയിലൂടെ. അതേ മുഹമ്മദ് നബി പരമദരിദ്രനായിരുന്നു എന്നും ഒട്ടും പോറ്റാൻ ശേഷിയില്ലാതെ ഇതൊക്കെ കെട്ടിക്കൂട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്, ഇതൊക്കെ വിവാഹം ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ പറയലെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ ആയിരുന്നില്ല. നമ്മുടെ പോരാളികളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. ഏതായാലും നമ്മുടെ വായനയിലേക്ക് കടക്കാം. വായനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ പറയാനുള്ളത്, നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുന്നതാണ്. വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ഇതൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഞാൻ വീണ്ടും ഈ ഒരു മതപരമായ വിഷയങ്ങളിലേക്ക് പുനഃപ്രവേശനം നടത്തിയത് തന്നെ അതിൻ്റെ ഉദാഹരണം, ഉത്തമ ഉദാഹരണമാണ്. ഞാനിതെല്ലാം ഒഴിവാക്കി പോയതാണ്. ഞാനൊരു തവണ എൻ്റെ കിതാബുകളും എൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ പലയിടങ്ങളിൽ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് അതറിയാം. അപ്പോൾ എന്നെ അറിയുന്നവർ അത് അന്വേഷിക്കുക, അറിയാത്തവർ കരഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നും സത്യമല്ല, നുണയാണെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അറിയുന്ന വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് അന്വേഷിക്കുക. എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരാരൊക്കെയെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ എവിടെയൊക്കെ പഠിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒന്ന് അന്വേഷിക്കുക. എൻ്റെ കിതാബുകൾ എവിടെയെങ്കിലും ഇപ്പോൾ ഉണ്ടോ, നിലവിലുണ്ടോ, ഞാൻ കൊടുത്തതായ കിതാബുകൾ, അതുപോലെ ഞാൻ കൊടുത്ത പുസ്തകങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതൊക്കെ ഒരു സമയത്ത് ഒഴിവാക്കി വിട്ടതാണ്. ഞാൻ ഉസ്താദുമാരോട് ഒന്ന് പറയുകയും ചെയ്തു, എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ ഇതൊക്കെ ഒഴിവാക്കുകയാണ്, ഞാൻ എൻ്റെതായ വഴിയിലൂടെ പോകുകയാണ്. എന്നാൽ അതേസമയം നമ്മൾ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ മതത്തെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ തന്നെ വിശ്വാസികൾ അപ്പോൾ ഇസ്ലാമിൻ്റെ നിലപാട് അതിൽ ഉത്തമമായ നിലപാടല്ലേ, ഇസ്ലാം അത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ, നമ്മളവിടെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് നല്ല ദേഷ്യം വരും. എന്നാൽ നമ്മൾ ദേഷ്യപ്പെടാതെ തന്നെ കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ, നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു തേങ്ങ അറിയാത്തത് കൊണ്ടാണെന്ന് പറയും, നിനക്ക് അതിൽ വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയും, നീ അതിനെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്, വായിക്കാത്തതുകൊണ്ടാണെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് തവണ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വഴി നോക്കി ജീവിക്കുന്ന സമയത്ത് അവൻ യുക്തിവാദിയാണ്, അവൻ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞുള്ള ആഹ്വാനങ്ങൾ വന്ന് തുടങ്ങിയപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. ആളുകളെ പ്രബോധനം ചെയ്ത് യുക്തിവാദത്തിലേക്ക് കൊണ്ടുവരാനോ മതരാജ്യത്തിലേക്ക് കൊണ്ടുവരാനോ ഒന്നും ശ്രമിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് പോലും പലരും പറയുകയാണ് അവനെ ഒറ്റപ്പെടുത്തണം, അവനെ കുറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഉള്ളിലൂടെ ഗൂഢാലോചനകൾ തുടങ്ങിയപ്പോൾ ഇനി ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാനങ്ങോട്ട് തീരുമാനിച്ചാണ് വീണ്ടും പുനഃപ്രവേശനം നടത്തുന്നത്. എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച, അതായത് ഞാൻ വല്ലാത്തൊരു നിരാശയോട് കൂടി കുഴിച്ചു മൂടിയ ഇഷ്ടത്തെ ഞാൻ പുറത്തെടുത്തു, മറ്റൊരു ആംഗിളിലാണെന്നുള്ളൂ. അതായത് അന്ന് വിശ്വാസത്തോടു കൂടി പഠിച്ചതിന് ഇപ്പോൾ ഒരു വിശകലന മനോഭാവത്തോടു കൂടിയാണ് പഠിക്കുന്നത്. വിശകലന മനോഭാവത്തോടു കൂടി, അല്ലെ ആയാത്തുല്ലി ഉലിൽ അംർ, അല്ലേ? അങ്ങനെയല്ല ഒരു ആയത്ത്, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അല്ലേ? അപ്പം ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും പോലെ ചിന്തിക്കൂ എന്ന് പറയരുത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് തന്നെ ഞാനും പറയണം. അപ്പോൾ ആ ചിന്തകൾക്ക് ഈ വചനങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണത്. അല്ലെ ആയാത്തുല്ലി ഉലിൽ അംർ, അല്ലേ? ആയത്തൊന്ന് പോയി നോക്കുക. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞ് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ, ചിന്തകൾക്കുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ, പറയുമ്പോൾ, ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വിധേയമാക്കുമ്പോൾ ആൾക്കാർ വിശ്വാസത്തിനെതിരായ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന സമയത്ത് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, ഞങ്ങൾ പറയും പോലെ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെവിടുത്തെ ന്യായമാണ്, അത് എന്ത് ഉഡായിപ്പാണ് മക്കളെ അതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അവരോട്. അതങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആർക്കും പറഞ്ഞൂടെ, ഏതൊരു മതവിശ്വാസിക്കും, അതായത് ഒരു ഹിന്ദുവിന് പറഞ്ഞൂടെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വേദത്തിൽ ചിന്തിക്കുന്നവർക്ക്, ഞങ്ങളുടെ പുരാണങ്ങളിൽ ചിന്തിക്കുന്നവർക്ക്, ഞങ്ങളുടെ സന്യാസിമാർ പറഞ്ഞതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ ഞങ്ങൾ പറയും പോലെ ചിന്തിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ആ ദൃഷ്ടാന്തം മനസ്സിലാകുള്ളൂ. ഇത് ക്രിസ്ത്യാനികൾക്ക് പറയാം, ജൂതന് പറയാം, ഹിന്ദുവിന് പറയാം, ഇസ്ലാമിനെതിരായും അല്ലാതെയൊക്കെ ഇവിടെ നിലകൊള്ളണേ ഏതൊരു മതസ്ഥനും പറയാവുന്നൊരു ന്യായമാണത്. അതുപോലെ നിങ്ങൾ പറയുന്ന ഇതൊരു മനുഷ്യനിർമ്മിതിയാണ് എങ്കിൽ ഇതിന് തുല്യമായത് നിങ്ങൾ കൊണ്ടുവരും ഖുർആനിൽ നിന്നുള്ള വെല്ലുവിളിയാണ്. ഇതേ വെല്ലുവിളി ഏതൊരു മത
വേദങ്ങൾക്കും വെല്ലുവിളിക്കാവുന്നതാണ്. ഇനി ആ മതവേദങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ലെങ്കിൽ തന്നെ ആ മതവേദങ്ങൾ സത്യമാണെന്ന് പറയുന്നവർക്ക് വെല്ലുവിളിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇതേ വെല്ലുവിളിയുടെ കാര്യത്തിൽ പിന്നെ പറയുന്നത് ഇത് എന്താണ് ഈ വെല്ലുവിളി കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത് ഇതിൻ്റെ വക്താക്കൾക്ക് തന്നെ ഒരു ഏകകണ്ഠമായ അഭിപ്രായത്തിൽ എത്താൻ പറ്റുന്നില്ല എന്നത് വേറെ പരാജയമാണ്. ഏതായാലും ഇസ്ലാം സമഗ്രമാണ്, സമ്പൂർണ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിലുള്ള ന്യൂനതയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കുള്ള പണി കിട്ടുന്നത് നിങ്ങളുടെ ചൊറി മനോഭാവം കൊണ്ട് തന്നെയാണ്. വിശ്വാസികൾക്ക് പണി കിട്ടുന്നത് വിശ്വാസികളുടെ ഒരു ചൊറിയൻ മനോഭാവം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ആ ഒരു കിതാബുകളിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കാൻ തീരുമാനിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാം വളരുന്നു എന്ന് പറഞ്ഞില്ലേ? ഇസ്ലാം വളരുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിലേക്ക് ഒരുപാട് പേര് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊക്കെ എന്ത് കണ്ടിട്ടാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ച് ഒരാൾ പോകുന്ന സമയത്ത് ഒരാൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഇസ്ലാമിനെ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ടാണോ നീ ഇസ്ലാം ഉപേക്ഷിച്ചത്, ഇസ്ലാമിനെ വിമർശിക്കുന്നതെന്നൊക്കെ. എന്നാൽ നിങ്ങൾ ഈ ചോദ്യം ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിട്ട മതത്തിനെ നിങ്ങൾ A to Z പഠിച്ചിട്ടുണ്ടോ? എത്ര പേർ ചോദിച്ചിട്ടുണ്ട്? ആരും ചോദിച്ചിട്ടില്ല. ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ കൃത്യമായ മറുപടി ഇത്രേ വരുള്ളൂ, എൻ്റെ മതത്തെ, അതായത് ആ പൂർവ്വ മതത്തെ അവർ A to Z പഠിച്ചിട്ടുണ്ടാവില്ല, ഇസ്ലാമിനെ അവർ A to Z പഠിച്ചിട്ടുണ്ടാവില്ല, 100% ഉറപ്പ്. അപ്പോൾ A to Z പഠിക്കാതെ തന്നെയാണ് ഇവർ അവരുടെ മതത്തിനെ വിടുന്നതും മറ്റേ മതത്തിനെ ആശ്ലേഷിക്കുന്നതും. ആ ചോദ്യം അവിടെ ഇവർ ചോദിക്കില്ല. കാരണം സ്വന്തം കൂട്ടത്തിലേക്ക് ആൾ വരികയാണ്. സ്വന്തം കൂട്ടത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ചോദിക്കും, നീ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ടാണോ പോയത്? എന്നാൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഏതൊരാളോടും തുറന്ന ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. അവർ ഞാൻ മനസ്സിലാക്കിയതും അവർ മനസ്സിലാക്കിയതും തമ്മിലുള്ള ഡിഫറൻസ് ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ഒരു തുറന്ന ചർച്ച നടത്തുമ്പോൾ മനസ്സിലാകും. അവിടെ ഈ ഒരു ഇസ്ലാം ഉപേക്ഷിച്ച ആളുകളും ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകളും തമ്മിൽ മറ്റു വലിയ പണ്ഡിതർ എന്നുള്ളൊരു ചർച്ച ഒന്നുമല്ല, മുസ്ലിങ്ങളും ഇസ്ലാമിൽ ഉപേക്ഷിച്ച ആൾക്കാരും തമ്മിൽ പരസ്പരം ചർച്ചകൾ നടത്തുമ്പോൾ മനസ്സിലാവും അവിടെ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാത്തത് എന്നൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. ഇനി ഞാൻ പിന്നെ ഖുർആൻ്റെ വെല്ലുവിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഖുർആൻ്റെ വെല്ലുവിളി, അതായത് ഇസ്ലാം സമഗ്രമാണ്, സമ്പൂർണ്ണമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന പല വാദങ്ങളും ബാലിശാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പോൾ ഖുർആൻ വായിക്കണം എന്ന് കരുതി പറഞ്ഞപ്പോൾ വന്ന് കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യലായിപ്പോയി കൂടുതലും. ഏതായാലും വായിച്ചു തുടങ്ങാം. അതിനു മുമ്പ് ഒരൊറ്റ സംഗതി കൂടി, നമ്മൾ സൂറത്തുൽ ബക്കറയിൽ ഇപ്പോൾ നമ്മൾ വായിച്ച സൂറത്തുൽ ബക്കറയിൽ 2ാമത്തെ വചനമുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അത് ഈ ഒരു ഗ്രന്ഥം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, അത് സൂക്ഷ്മതയുള്ളവർക്കുള്ള സന്മാർഗമാകുന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അപ്പോൾ ആരാണ് സൂക്ഷ്മത ഉള്ളവർ എന്ന് പറയാം? ഇസ്ലാമിൻ്റെ കണ്ണിലുള്ള, ഖുർആൻ്റെ കണ്ണിലുള്ള സൂക്ഷ്മത ഉള്ളവർ ആരാ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ മറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, സൂക്ഷ്മത ഉള്ളവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അവർ മറഞ്ഞതിനെ വിശ്വസിക്കുന്നവരാണെന്നാണ്. ഈ മറഞ്ഞതിനെ തന്നെയാണ് എല്ലാ മതക്കാരും വിശ്വസിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് ഇസ്ലാം വ്യതിരിക്തമാകുന്നത് എന്നൊരു മറുപടി അവിടെ പ്രസക്തമാണ്. അവിടെ ആ ചോദ്യത്തിനുള്ള മറുപടിയും അവിടെ പ്രസക്തമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ മറുപടി? എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഒട്ടുമിക്ക മതങ്ങളും ഒട്ടുമിക്ക ദൈവസങ്കല്പങ്ങളും ഈ മറഞ്ഞതിനെ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇസ്ലാമിന് മാത്രമായിട്ട് അവിടെ വ്യത്യാസം എന്താ? ഏതായാലും ഓക്കെ, ഞാൻ ആ ഒരു വാദങ്ങളിലെ ബാലിശമായ വശങ്ങളെ തുറന്ന് കാണിച്ചതാണ്. ഞാൻ വായന ആരംഭിക്കാം. 101 സൂറത്തുൽ ബഖറയിലെ 101 വചനം മുതലാണ് ആരംഭിക്കുന്നത്. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ വേദക്കാരിൽ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ യാതൊരു പരിചയവുമില്ലാത്തവരെ പോലെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. സുലൈമാൻ നബിയുടെ രാജവാഴ്ചയുടെ രഹസ്യമെന്ന പേരിൽ പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് അവർ ഇസ്രായേലിയർ പിൻപറ്റുകയും ചെയ്തു.
സുലൈമാൻ നബി ദൈവനിഷേധം കാണിച്ചിട്ടില്ല. എന്നാൽ ജനങ്ങൾക്ക് മാന്ത്രിക വിദ്യ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാചുക്കളാണ് ദൈവനിഷേധത്തിൽ ഏർപ്പെട്ടത്. ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മാലാഖമാർക്ക് ലഭിച്ചതിനെയും പറ്റി പിശാചുക്കൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവർ പിന്തുടർന്നു. എന്നാൽ ഹാറൂത്തും മാറൂത്തും ഏതൊരാൾക്ക് പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടേത് ഒരു പരീക്ഷണം മാത്രമാകുന്നു. അതിനാൽ ഇത് ഉപയോഗിച്ച് ദൈവനിഷേധത്തിൽ ഏർപ്പെടരുത് എന്ന് അവർ പറഞ്ഞു കൊടുക്കാതിരുന്നില്ല. അങ്ങനെ അവരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുവാനുള്ള തന്ത്രങ്ങൾ ജനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുകൊണ്ട് യാതൊരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവർക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നതും ഒരു പ്രയോജനവും ചെയ്യാത്തതുമായ കാര്യമാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. ആ വിദ്യ ആര് വാങ്ങി കൈവശപ്പെടുത്തിയോ അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവില്ലെന്ന് അവർ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മാവുകളെ വിറ്റ് അവർ വാങ്ങിയ വില വളരെ ചീത്ത തന്നെ. അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ. അവർ വിശ്വസിക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നാൽ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാകുന്നു. അവരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. യാ യുഹല്ലദീന ആമനു, ഞാൻ അറബില്ല എന്നാണല്ലോ പറഞ്ഞല്ലേ, ഞാൻ വെറും മലയാളം മാത്രമായിട്ട് വായിച്ചു പോകാമെന്നല്ലേ പറഞ്ഞത്. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയോട് റായിന എന്ന് പറയരുത്, പകരം ഉൻലുർന എന്ന് പറയുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. ഉൻലുർന എന്ന് പറയുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും വല്ല നന്മയും നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നത് വേദക്കാരിലും ബഹുദൈവാരാധകന്മാരിലും പെട്ട സത്യനിഷേധികൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. ഈ ആയത്ത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ആയത്തിൽ ആ ഉൻലുർന റായിന എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ചിലർക്ക് സംശയം ഉണ്ടാവും, എന്താണ് റായിന, എന്താണ് ഉൻലുർന, അങ്ങനെ ചില വാക്കുകളിൽ സംശയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഇന്ന സമയത്ത് 22 മിനിറ്റിൽ ഇത്ര സെക്കൻഡിൽ പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കാം. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞതിലും പ്രയോഗത്തിൽ സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ മറുപടി തരാൻ ശ്രമിക്കാം. വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്. നിനക്കറിഞ്ഞുകൂടെ അള്ളാഹുവിന് തന്നെയാണ് ആകാശഭൂമികളുടെ ആധിപത്യമെന്നും നിങ്ങൾക്ക് അള്ളാഹുവെ കൂടാതെ ഒരു രക്ഷകനും സഹായിയുമില്ലെന്നും. ഞാൻ ചില ആയത്തുകൾ വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം പെട്ടെന്ന് ഓർത്തിട്ട് ഞാൻ പറയാൻ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ആയത്ത് മിസ്സാകുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ആയത്തുകൾ മിസ്സാകുന്നതായിട്ട് ആരെങ്കിലും നോട്ട് ചെയ്താൽ അതൊന്ന് ഓർമ്മിപ്പിക്കണം. അത് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ തെറ്റ് തിരുത്താലോ. മുമ്പ് മൂസയോട് ചോദിക്കപ്പെട്ടതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോടും ചോദിക്കുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുമ്പ് മൂസായോട് ചോദിക്കപ്പെട്ടതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോടും ചോദിക്കുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധത്തെ സ്വീകരിക്കുന്നവരാരോ അവർ നിർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ മിക്കവരും ആഗ്രഹിക്കുന്നത്. സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് അവർ ആ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. നിങ്ങൾ പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായ എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിൻ്റെ ഫലം അള്ളാഹുവിങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു. ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ യഹൂദരോ ക്രിസ്ത്യാനികളോ ആവാതെ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ അവരുടെ വ്യാമോഹങ്ങളത്രേ. എന്നാൽ നബിയെ പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടിയ തെളിവ് കൊണ്ടുവരൂ എന്ന്. എന്നാൽ കാര്യം അങ്ങനെയല്ല. ഏതൊരാൾ സൽക്കർമ്മകാരിയായിക്കൊണ്ട് അള്ളാഹുവിന് ആത്മസമർപ്പണം ചെയ്തുവോ അവന് തൻ്റെ രക്ഷിതാവിങ്കിൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അത്തരക്കാർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. യഹൂദന്മാർ പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. ക്രിസ്ത്യാനികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. ക്രിസ്ത്യാനികൾ പറഞ്ഞു യഹൂദന്മാർക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. അവരെല്ലാവരും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ് താനും.
അങ്ങനെ ഇവർ പറഞ്ഞതുപോലെ തന്നെ വിവരമില്ലാത്ത ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ തമ്മിൽ ഭിന്നിക്കുന്ന വിഷയങ്ങളിൽ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പള്ളികളിൽ അവൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും അവയുടെ പള്ളികളുടെ തകർച്ചയ്ക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അതിക്രമകാരി ആരുണ്ട്? ഭയപ്പാടോടുകൂടിയല്ലാതെ അവർക്ക് ആ പള്ളികളിൽ പ്രവേശിക്കാവതല്ലായിരുന്നു. അവർക്ക് ഇഹലോകത്ത് നിന്ദതയാണുള്ളത്, പരലോകത്താകട്ടെ കഠിന ശിക്ഷയും. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേത് തന്നെയാകുന്നു. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ടായിരിക്കും. അള്ളാഹു വിപുലമായ കഴിവുകളുള്ളവനും സർവജ്ഞനുമാകുന്നു. അവർ പറയുന്നു, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. അവനെത്ര പരിശുദ്ധൻ! അങ്ങനെയല്ല, ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം തന്നെ അവൻ്റേതാകുന്നു. എല്ലാവരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നവരാകുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനത്രേ അവൻ. അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, ഉടനെ അതുണ്ടാകുന്നു. വിവരമില്ലാത്തവർ പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങളോട് നേരിട്ട് അള്ളാഹു സംസാരിക്കുന്നില്ല? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ദൃഷ്ടാന്തം വന്നു കിട്ടുന്നില്ല? എന്നാൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടു കൂട്ടരുടെയും മനസ്സുകൾക്ക് തമ്മിൽ സാമ്യമുണ്ട്. ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിന്നെ നാം സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിക്കൊണ്ട് സത്യമായി അയച്ചിരിക്കുകയാണ്. നരകാവകാശികളെപ്പറ്റി നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല. നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ പറയുക. അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല. നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. അങ്ങനെയാണ്. യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല. നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ പറയുക. അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. നിനക്ക് അറിവ് വന്നു കിട്ടിയതിന് ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെങ്ങാനും നീ പിൻപറ്റിപ്പോയാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനോ സഹായിക്കുവാനോ ആരും ഉണ്ടാവില്ല. നിലവിൽ ഇങ്ങനെ ആയത്തുകൾ വായിക്കുന്ന സമയത്ത് കൂടുതൽ വിശദീകരണങ്ങൾക്ക്, ഒരു തരത്തിലുള്ള വിശദീകരണങ്ങൾക്കും ഞാൻ മുതിർന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വായനയുടെ താളം പിഴക്കുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ തെറ്റും. അപ്പോൾ അങ്ങനെ തെറ്റിയ സമയങ്ങളുണ്ടെങ്കിൽ ഖുർആൻ വായിച്ച് പരിചയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വായിച്ച് നോക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ രീതിയിൽ വായിക്കുന്ന സമയത്ത് ആ ഒരു മനസ്സിലാക്കലിനെ തെറ്റിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വായന വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ അതും തിരുത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ആയത്ത് വായിച്ചപ്പോഴാണ് ആയത്തിൻ്റെ ഈ ഒരു വചനത്തിൻ്റെ പരിഭാഷ വായിച്ച സമയത്താണ് ആ ഒരു തെറ്റ് വരാനുള്ള സാധ്യത എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം വായിച്ചത് യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല, നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ എന്നോടത്ത് ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല എന്ന് നിർത്തിയിട്ട് നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ പറയുക എന്ന് പറഞ്ഞ് വേറെ ഒരു സെൻറ്റൻസ് ആക്കി. അത് സംഗതി അർത്ഥമേ മാറും. ശരിക്കും ഇവിടെ പറയുന്നത് യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല, നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. ഇതാണ് അതിൻ്റെ കറക്റ്റ് റീഡിങ്. അപ്പോൾ കറക്റ്റ് അവിടെ മനസ്സിലാക്കപ്പെടേണ്ട അർത്ഥം അവിടെ കൃത്യമായി മനസ്സിലാവും. പറയുക, അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. നിനക്ക് അറിവ് വന്നു കിട്ടിയതിന് ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെങ്ങാനും നീ പിൻപറ്റിപ്പോയാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനോ സഹായിക്കുവാനോ ആരും ഉണ്ടാവില്ല. നാം ഈ ഗ്രന്ഥം നൽകിയത് ആർക്കാണോ അവരത് പാരായണത്തിൻ്റെ മുറപ്രകാരം പാരായണം ചെയ്യുന്നു, അവരതിൽ വിശ്വസിക്കുന്നു. എന്നാൽ ആരതിൽ അവിശ്വസിക്കുന്നുവോ അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും ജനവിഭാഗങ്ങളിൽ നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയതും നിങ്ങൾ ഓർക്കുക. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യുവാൻ പറ്റാത്ത, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്ത, ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത, ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ, ന്യായവിധിയുടെ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യുവാൻ പറ്റാത്ത, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്ത, ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത, ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ, ന്യായവിധിയുടെ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഇബ്രാഹിമിനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും നിങ്ങൾ അനുസ്മരിക്കുക. അള്ളാഹു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ്. ഇബ്രാഹിം പറഞ്ഞു, എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കണമേ. അള്ളാഹു പറഞ്ഞു, ശരി, പക്ഷേ
എൻ്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല. ആ ഭവനത്തെ അഥവാ കഅബയെ ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഓർക്കുക. ഇബ്രാഹിം നിന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്തെ നിങ്ങളും നമസ്കാരവേദിയായി സ്വീകരിക്കുക. ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് പ്രദക്ഷിണം ചെയ്യുന്നവർക്കും എഅ്തികാഫ് ഭജന ഇരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നായിരുന്നു. ആ ഭവനത്തെ ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഇബ്രാഹിം നിന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്തെ നിങ്ങളും നമസ്കാരവേദിയായി സ്വീകരിക്കുക. ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് ചെയ്യുന്നവർക്കും എഅ്തികാഫ് ഇരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നായിരുന്നു. എൻ്റെ രക്ഷിതാവേ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്ക്കനികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അള്ളാഹു പറഞ്ഞു, അവിശ്വസിച്ചവനും ഞാൻ ആഹാരം നൽകുന്നതാണ്, പക്ഷേ അല്പകാലത്തെ ജീവിതസുഖം മാത്രമാണ് അവന് ഞാൻ നൽകുക. പിന്നീട് നരകശിക്ഷ ഏൽക്കാൻ ഞാൻ അവനെ നിർബന്ധിതനാക്കുന്നതാണ്. അവന് ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഇബ്രാഹിമും ഇസ്മായിലും കൂടി ആ ഭവനത്തിൻ്റെ അഥവാ കഅബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് അഥവാ ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ച് കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയുമാകുന്നു. സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിൻ്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, സർവ്വലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇബ്രാഹിമും യാക്കൂബും അവരുടെ സന്തതികളോട് ഇത് ഉപദേശിക്കുക കൂടി ചെയ്തു: എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്രാഹിമും യാക്കൂബും അവരുടെ സന്തതികളോട് ഇത് അഥവാ കീഴ്വണക്കം ഉപദേശിക്കുക കൂടി ചെയ്തു: എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായി അഥവാ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. ഇങ്ങനെയാണ് അവർ ഓരോരുത്തരും ഉപദേശിച്ചത്. എനിക്ക് ശേഷം ഏതൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് യാക്കൂബ് മരണം ആസന്നമായ സന്ദർഭത്തിൽ തൻ്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നോ? അവർ പറഞ്ഞു, എനിക്ക് ശേഷം ഏതൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് യാക്കൂബ് മരണം ആസന്നമായ സന്ദർഭത്തിൽ തൻ്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നോ? അവർ പറഞ്ഞു, താങ്കളുടെ ആരാധ്യനായ, താങ്കളുടെ പിതാക്കളായ ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇശാഖിൻ്റെയും ആരാധ്യനായ ഏകദൈവത്തെ മാത്രം ഞങ്ങൾ ആരാധിക്കും. ഞങ്ങൾ അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമായിരിക്കും. അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർക്കാകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കും അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർക്കാകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കും അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. നിങ്ങൾ യഹൂദരോ ക്രൈസ്തവരോ ആയാലേ നേർവഴിയിലാകൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നീ പറയുക, അതല്ല, വക്രതയില്ലാത്ത ശുദ്ധമനസ്കനായിരുന്ന ഇബ്രാഹീമിൻ്റെ മാർഗമാണ് പിൻപറ്റേണ്ടത്. അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നില്ല. നിങ്ങൾ പറയുക, അള്ളാഹുവിലും അവങ്കൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയതിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസാക്കിനും യാക്കൂബിനും
യാക്കൂബ് സന്തതികൾക്കും അവതരിപ്പിച്ച് കൊടുത്തതിലും മൂസ, ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവ്വ പ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർക്ക് നൽകപ്പെട്ട സന്ദേശങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അവന് അഥവാ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാകുന്നു. ഇതിൽ ഇസ്ഹാക്ക് എന്നുള്ളത് ഇഷാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ മംഗ്ലീഷ് എഴുതിയ സമയത്ത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് മലയാളമാക്കിയ സമയത്ത് പണിപാളിയതായിരിക്കും ഇസ്ഹാക്ക് എന്നുള്ളത് ഇഷാക്കായി പോയത്. അപ്പോൾ ഈ രീതിയിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലോ പരിഭാഷയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വായിക്കുന്ന സൈറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞാൽ നമുക്ക് തിരുത്താവുന്നതേ ഉള്ളൂ കേട്ടോ. സൈറ്റ് മാറ്റാവുന്നതേ ഉള്ളൂ. നിലവിൽ വായിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, alquran.cc എന്ന വെബ്സൈറ്റാണ് വായിക്കുന്നത്. നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാകുന്നു. അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ അള്ളാഹു മതി. നിങ്ങളെ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാകുന്നു. അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ അള്ളാഹു മതി. അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമത്രേ. അള്ളാഹു നൽകിയ വർണ്ണമാകുന്നു നമ്മുടേത്. അള്ളാഹുവേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവൻ ആരുണ്ട്? അവനെയാകുന്നു ഞങ്ങൾ ആരാധിക്കുന്നത്. നബിയെ പറയുക, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവാണല്ലോ. ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മഫലങ്ങളാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മഫലങ്ങളും. ഞങ്ങൾ അവനോട് ആത്മാർത്ഥത പുലർത്തുന്നവരുമാകുന്നു. അതല്ല, ഇബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബ് സന്തതികളുമെല്ലാം തന്നെ യഹൂദരോ ക്രൈസ്തവരോ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? നബിയെ ചോദിക്കുക, നിങ്ങൾക്കാണോ കൂടുതൽ അറിവുള്ളത്, അതോ അള്ളാഹുവിനോ? അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ചതും തൻ്റെ പക്കലുള്ളതുമായ സാക്ഷ്യം മറച്ചുവെച്ചവനേക്കാൾ വലിയ അതിക്രമകാരി ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. അത് കഴിഞ്ഞു പോയൊരു സമുദായമാകുന്നു. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർക്കാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതുമല്ല. ഇവർ ഇതുവരെ പ്രാർത്ഥനാവേളയിൽ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്ത് നിന്ന് ഇവരെ തിരിച്ചുവിട്ട കാരണം എന്താണെന്ന് മൂഢന്മാരായ ആളുകൾ ചോദിച്ചേക്കും. പറയുക, അള്ളാഹുവിൻ്റേത് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറുമെല്ലാം. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും വേണ്ടി റസൂലിനെ പിൻപറ്റുന്നത് ആരൊക്കെയെന്നും പിന്മാറിക്കളയുന്നത് ആരൊക്കെയെന്നും തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമായിരുന്നു നീ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം ഖിബിലയായി നിശ്ചയിച്ചത്. അള്ളാഹു നേർവഴിയിലാക്കിയവരൊഴിച്ച് മറ്റെല്ലാവർക്കും അത് ഖിബില മാറ്റം ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയുന്നതല്ല. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് അത്യധികം ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. നബിയെ, നിന്റെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ നിനക്ക് ഇഷ്ടമാകുന്ന ഒരു ഖിബിലയിലേക്ക് നിന്നെ നാം തിരിക്കുകയാണ്. ഇനിമേൽ നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്കാണ് നിങ്ങൾ മുഖം തിരിക്കേണ്ടത്. വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാണെന്ന് നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. വേദം നൽകപ്പെട്ടവരുടെ അടുക്കൽ നീ എല്ലാവിധ ദൃഷ്ടാന്തവും കൊണ്ട് ചെന്നാലും അവർ നിൻ്റെ ഖിബിലയെ പിന്തുടരുന്നതല്ല. അവരുടെ ഖിബിലയെ നീയും പിന്തുടരുന്നതല്ല. അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ ഖിബിലയെ പിന്തുടരുകയുമില്ല. നിനക്ക് ശരിയായ അറിവ് വന്നു കിട്ടിയ ശേഷം നീ എങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ നീയും അതിക്രമകാരികളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. നാം വേദം നൽകിയിട്ടുള്ളവർക്ക് സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ അദ്ദേഹത്തെ റസൂലിനെ അറിയാവുന്നതാണ്. തീർച്ചയായും അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാകുന്നു. നബിയെ, ഈ സന്ദേശം നിന്റെ നാഥൻ്റെ പക്കൽ നിന്നുള്ള സത്യമാകുന്നു. അതിനാൽ നീ സംശയാലുക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഓരോ വിഭാഗക്കാർക്കും അവർ പ്രാർത്ഥനാവേളയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഓരോ ഭാഗമുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് സൽപ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരികയാണ്. നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അള്ളാഹു നിങ്ങളെയെല്ലാം ഒന്നിച്ച് കൊണ്ടുവരുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഏതൊരിടത്തു നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും
മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് പ്രാർത്ഥനാവേളയിൽ നിൻ്റെ മുഖം തിരിക്കേണ്ടതാണ്. തീർച്ചയായും അത് നിൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള യഥാർത്ഥ നിർദ്ദേശമാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. ഏതൊരിടത്ത് നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് നിൻ്റെ മുഖം തിരിക്കേണ്ടതാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അതിൻ്റെ നേർക്കാണ് നിങ്ങളുടെ മുഖം തിരിക്കേണ്ടത്. നിങ്ങൾക്കെതിരായി ജനങ്ങൾക്ക് ഇനി യാതൊരു ന്യായവും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണിത്. അവരിൽപ്പെട്ട ചില അതിക്രമകാരികൾ തർക്കിച്ചേക്കാമെന്നത് അല്ലാതെ നിങ്ങൾക്കെതിരായ ജനങ്ങൾക്ക് ഇനി യാതൊരു ന്യായവും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണിത്. അവരിൽപ്പെട്ട ചില അതിക്രമകാരികൾ തർക്കിച്ചേക്കാമെന്നതല്ലാതെ. എന്നാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുവാനും നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാനും വേണ്ടിയാണിതെല്ലാം. 150-ാമത്തെ വചനം, സൂറത്തുൽ ബഖറയിലെ 150-ാമത്തെ വചനത്തിൽ നിർത്തി 40 മിനിറ്റിലധികമായി ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.